بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله خالق الأنام ورازق الهوام وقاسم الأقسام وحاكم الحكام وشارع الأحكام ولتقرر مصالح الخلق جاعل الحكام فله الحمد على ما قدر ودبر. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله سبحانه وتعالى: ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ബഹുമാനിരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അൽ ഖളാ, നെല്ലും പതിരും എന്ന വിഷയത്തിൽ ഖാദിയെ നിയമിക്കുന്നവർക്കുള്ള യോഗ്യത എന്ത്, ആരാണ് ഖാദിയെ നിയമിക്കേണ്ടത്, ഇതാണ്. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂമുൽ സഗീർ അവരുടെ ഫത്ഹുൽ മുഈൻ എന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിൽ പറയുന്നു, ഖാദിയെ നിയമിക്കുന്നവർ മൂന്നാലൊരു വിഭാഗമാണ്. ഒന്നാം സ്ഥാനം ഔദ്യോഗികമായി നിയമപരമായി ഭരണരംഗത്ത് വന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഇമാം. അത് ബൈഅത്ത് ചെയ്ത് അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതായിരിക്കും അധികവും. അല്ലെങ്കിൽ അവരുടെ തൊട്ട് മുമ്പത്തെ ഖലീഫ, ഭരണാധികാരി അവരിലേക്ക് അഹ്ദ് ചെയ്ത് അങ്ങനെ ഉത്തരവാദിത്തം ലഭിച്ചവരായിരിക്കും. എന്തായാലും അംഗീകരിക്കപ്പെട്ട മാർഗത്തിൽ കൂടെ ഭരണത്തിലേറിയവർ, അവരാണ് ഇമാം. ഒന്നിരിക്കൽ അദ്ദേഹമാണ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും നിയമിക്കേണ്ടത്. അതിൽപ്പെട്ട വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഖാദി. അല്ലെങ്കിൽ ഔദ്യോഗികമായി ജനപിന്തുണയോടുകൂടെ ഭരണത്തിലേറിയവനല്ല, പക്ഷേ അധികാരം പിടിച്ചെടുത്തവനാണ്. അട്ടിമറിയിൽ കൂടെ അധികാരം പിടിച്ചെടുത്തു. പല സ്ഥലത്തും നാം കേൾക്കലുണ്ട്. പാകിസ്ഥാൻ പോലെയുള്ള നാടുകളിൽ പലപ്പോഴും നാം കേൾക്കുന്നതാണ് പട്ടാളം ഭരണം പിടിച്ചെടുത്തു എന്നല്ല. അങ്ങനെ ഭരണം പിടിച്ചെടുത്തവർ, അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ദുശൗക്കത്ത്. അദ്ദേഹവും ഭരണാധികാരി തന്നെയാണ്. ശറഈന്റെ ഭാഷയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചും ഇമാമ് എന്ന് പറയും എന്ന് അൽ അജീബത്തുൽ അജീബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാമുള്ള നാടാണെങ്കിൽ ഇമാമാണ് ഖാദിയെ നിയമിക്കേണ്ടത്. ഇമാമില്ല, അട്ടിമറിയിൽ കൂടെ ബലം പ്രയോഗിച്ച് ഭരണത്തിലേറിയ ആളാണെങ്കിൽ അദ്ദേഹമാണ് രണ്ടാമത് ഖാദിയെ നിയമിക്കേണ്ടത്. ഇവരുമില്ലെങ്കിൽ, ഈ നിലക്കുള്ള അധികാരസ്ഥനും ഇല്ലെങ്കിൽ, അതില്ലാതിരിക്കൽ രണ്ടാലൊരു രൂപത്തിലാവാം. ഒന്നിരിക്കൽ സുസജ്ജമായ ഭരണം നിലനിൽക്കുന്നുണ്ട്,
മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ പറ്റുന്ന ഭരണാധികാരികളും ജഡ്ജിമാരും കോടതികളും പോലീസുകളും എല്ലാമുള്ള നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ, അവിടെ അവർ നിശ്ചയിച്ചതായ ഭരണാധികാരികളും എല്ലാ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. പക്ഷേ ശറഇന്റെ കാഴ്ചപ്പാട് പ്രകാരം ആ ചില ഉത്തരവാദിത്തങ്ങൾ നടത്താനുള്ള ആളുകളെ അവർ നിശ്ചയിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാൽ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരാളെ നിശ്ചയിക്കലിന് അവരുടെ ഭാഗത്തിൽ നിന്ന് തടസ്സവുമില്ല. ഈ നിലക്കുണ്ടാകുമ്പോഴും ആ നിലക്കുണ്ടാകുന്ന സമയത്ത് ആ തടസ്സമില്ലാത്തതിനുപയോഗിച്ച് കഴിയുന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അത് നടപ്പിൽ വരുത്താനും, കാദിയാവണമെങ്കിൽ എത്തിച്ചു കൊടുത്താൽ പോലെ നടപ്പിൽ വരുത്താൻ കഴിയണം. അങ്ങനെയുള്ള ഒരാളെ ആക്കാം. അങ്ങനെ നടപ്പിൽ വരുത്താൻ പറ്റുന്ന കാദി ഇവിടെ ഉണ്ടോ, ഇവിടെ നിയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നാം പഠിക്കേണ്ട വിഷയമാണ്. ചർച്ച പിന്നീട് വരുന്നുണ്ട്. മറ്റൊരു രൂപം, അവിടെ ഭരണം തന്നെ ഇല്ല, നിയമപരമായി ഭരണത്തിലേറിയ ആളുമില്ല, അട്ടിമറിയിൽ കൂടെ ഭരണത്തിലേറിയ ആളുമില്ല. പിന്നെ ജനങ്ങളുടെ ജീവിതം അത് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊള്ളയും കൊള്ളിവെപ്പും തമ്മാടിത്തെരഞ്ഞെടുപ്പുകളും എല്ലാം അരങ്ങേറുന്ന ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ അവിടെയുള്ള നാട്ടിലെ കാരണവന്മാർ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കണം, ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കണം. ആ ഭരണാധികാരിയുടെ പേരാണ് ഖാദി. ഖാദിയെ നിയമിക്കേണ്ട ഒന്നും രണ്ടും ആളുകളില്ലെങ്കിൽ മൂന്നാമത് ആ അധികാരമുള്ളത് അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറയുന്ന വിഭാഗത്തിനിക്കാണ്. അഹ്ലുൽ ഹല്ല് വൽ അഖദ് നിയമിക്കുമ്പോൾ അത് ആ നാട്ടിൽ ഉള്ള നേതാക്കന്മാർ അവർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. ഫതൗലിയത്തി അഹ്ലിൽ ഹല്ലി വൽ അഖദി ഫിൽ ബലദി ഔ ബഅദിഹിം മഅരിദൽ ബാഖീൻ. ഫത്തുൽ മുഈനാണത്. ആരാണ് അഹ്ലുൽ ഹല്ല്? ഹല്ലിൽ ഉമൂരി വ അഖദിഹാ. ഹല്ലിൽ ഉമൂർ, കാര്യങ്ങളെ അതെല്ലാം ഹല്ല് ചെയ്യുക, അത് കെട്ടയച്ച് വിടുക. വഅഖദിഹാ, കെട്ടി ബന്ധാക്കേണ്ട, സ്ട്രോങ് ആക്കേണ്ട, പരസ്പരം വിളക്കിച്ചേർക്കേണ്ടതിനെ വിളക്കിച്ചേർക്കുകയും ചെയ്യുന്ന ആളുകൾ. നാട്ടിൽ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും. അങ്ങനെയുള്ള ആളുകൾ മിനൽ ഉലമായി വഉജൂഹിൻ നാസി, പണ്ഡിതന്മാരാലും ജനങ്ങളിലുള്ള നേതാക്കന്മാരാലും ഇവരാണ് അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറയുന്നത്. ഇന്ന് അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്നുള്ള പ്രയോഗം ഇല്ല. സാധാരണ പറയല് ഉലമാവും ഉമറാകുന്ന ആ പ്രയോഗം വളരെ തെറ്റായ പ്രയോഗമാണ്. ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള ആളുകൾ ഞാൻ അമീറാന്ന് പറഞ്ഞ് വന്നിരിക്കും, അമീറന്മാര്. ആ പ്രയോഗം എവിടുന്ന് വന്നു എന്നെനിക്കറിയില്ല. എന്തായാലും ആ പ്രയോഗം വളരെ തെറ്റാണ്. എന്ത് അമീർ? ആരമീർ? ആരവൻ അമീറാക്കിയത്? ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് അവൻ അമീറാവുമോ? നമ്മുടെ ഉസ്താദന്മാരെല്ലാം പ്രയോഗിക്കുന്നത് കാണാം. ഇവിടുന്ന് വന്നു, അത് ചില സമ്മേളനങ്ങളെല്ലാം ഉലമാ ഉമറാ സമ്മേളനം ഉണ്ടാവും.
ആ ഉമറാക്കളെ കൂട്ടത്തിൽ ഒരു ഭരണാധികാരി പോലും ഉണ്ടാവില്ല. എവിടുന്നെങ്കിലും തൊപ്പിയോ തലയെ കെട്ടോട്ട് വന്നിട്ട് ഏതെങ്കിലും കമ്മിറ്റിക്കാർ മെമ്പർമാരാന്ന് പറഞ്ഞിട്ട് ഒരാൾ വരും അമീറാന്ന് പറഞ്ഞാണ്ട്. യഥാർത്ഥത്തിൽ നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ട് അത് തീരുമാനത്തിലാക്കാനുള്ള കഴിവുള്ള ആലിമീങ്ങളും നാട്ടിൽ ജനങ്ങൾ പ്രമുഖരായി എണ്ണുന്നവരും അവരാണ് അഹ്ലുൽ ഹല്ല് വൽ അഖദ്. ഒന്നിരിക്കൽ അവർ എല്ലാവരും കൂടണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിയോട് കൂടെ കുറച്ചാളുകൾ, അവരാണ് ഖാദിയെ നിയമിക്കേണ്ടത്. അഹ്ലുൽ ഹല്ല് വൽ അഖദ് നാട്ടിലെ പ്രമുഖരായ പണ്ഡിതരും നാട്ടുകാരണവന്മാരും ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ. അവരൊരു കാര്യം തീരുമാനിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കും. അങ്ങനെയുള്ള ആളുകൾ അവർ എല്ലാവരും ഒരുമിച്ച് കൂടണം. ഫത്തുൽ മുഈനാണ് ഞാൻ വായിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിയോട് കൂടെ കുറച്ചാളുകൾ നിയമിക്കണം. വലൗ വല്ലാഹു അഹ്ലു ജാനിബിൻ മിനൽ ബലദി സ്വഹ ഫീഹി ദൂനൽ ആഖരി. വളരെ ശ്രദ്ധിക്കേണ്ട ഇബാറത്താണ്. ഒരു നാട്ടിലെ ഒരു ഭാഗത്തുള്ള ആളുകൾ ഖാദിയെ നിയമിച്ചു, മറ്റേ ഭാഗത്തുള്ള ആളുകളെ കൂട്ടിയില്ല, അവരെ അതിൽ പങ്കെടുപ്പിച്ചില്ല. ഏകപക്ഷീയമായി ഒരു പ്രദേശത്തുള്ള ആളുകൾ ഖാദിയെ നിയമിച്ചു, മറ്റേ പ്രദേശത്തുള്ളവരെ അറിയിച്ചില്ല, അവരതിൽ പങ്കെടുത്തിയില്ലെങ്കിൽ അതാ വലോ വല്ലാഹു അഹ്ലു ജാനിബിൻ മിനൽ ബലദി സ്വഹ ഫീഹി. ഏത് നാട്ടുകാർ ഏത് പ്രദേശത്തുകാരാണോ ബയ്യത്തിൽ പങ്കെടുത്തത് അവിടത്തേക്ക് സഹിയാകും. ദൂനല്ലാഹരി മറ്റേ ഭാഗത്തേക്കല്ല. മറ്റേ ഭാഗത്തേക്ക് അത് ബാധകമല്ല. അവിടെയുള്ള ആളുകൾ പങ്കെടുക്കണം. അവിടെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒരു ഭാഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു പ്രദേശത്തുള്ള ആളുകൾ അവരിൽപ്പെട്ട ചിലർ ഒരുമിച്ച് കൂടി, ഒരു ഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ, ഒരു നാട്ടിലുള്ള ആളുകൾ, ഒരു പാർട്ടിക്കാർ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരൊരു ഖാദിയെ നിയമിക്കാൻ തീരുമാനിച്ചു. അവരതിൻ്റെ ബയ്യത്തുണ്ടാക്കി, മറ്റേ ഗ്രൂപ്പുകാരെ അറിയിച്ചില്ല. അവിടെ ശരിക്ക് ചർച്ച ചെയ്ത് രണ്ട് കൂട്ടരും അവിടെയുള്ള എല്ലാ വിഭാഗവും കൂടി ഒരാളെ കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ ഖാദിയാണ്, നാടിൻ്റെ ഖാദിയാണ്. അങ്ങനല്ലാതെ ഗ്രൂപ്പ് ഖാദികൾ നമ്മുടെ സംഘടനകളുടെ ഇടയിലുള്ള ഗ്രൂപ്പുകൾ, AP വിഭാഗക്കാര്, സമസ്തന്റെ വിഭാഗക്കാര്, മുജാഹിദ്, ജമാഅത്ത്, ഇങ്ങനെ നീണ്ടുപോകുന്ന ഗ്രൂപ്പുകൾ, അല്ലാതെ തന്നെ മറ്റ് ഗ്രൂപ്പുകളും. ഒരു നാട്ടിലെ ഒരു ഗ്രൂപ്പുകാർ മാത്രം ഒരാളെ ഖാദിയാക്കാൻ നിശ്ചയിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അത് നാട്ടിന്റെ ഖാദിയല്ല. ഗ്രൂപ്പിനാണെങ്കിൽ ഖാദി ഇല്ലതാനും. ഏറെപ്പോയാൽ അദ്ദേഹത്തെ പറ്റി ഖാദി എന്ന് പറയാൻ പറ്റൂല, മുഹക്കമ് എന്നുള്ള പേര് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തഹ്കീമാക്കപ്പെട്ട ആള്, വ്യക്തികൾക്ക് നിശ്ചയിക്കുന്ന ആളെ സംബന്ധിച്ച് മുഹക്കമ് എന്നാണ് പ്രയോഗിക്കാൻ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഖാദി എന്ന പേരല്ല. ഖാദിയാകുമ്പോൾ ഒരു പ്രദേശത്തേക്ക് ഒന്നായിട്ടുള്ളതായി വരും. പക്ഷെ അവിടെ ഇമാമിങ്ങളെല്ലാം കൈത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നവരെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. എളുപ്പമാകുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം. അതിനവരറിയിക്കണ്ടേ. ഏതെങ്കിലും ഒരാളെ ഖാദിയായി സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഇദ്ദേഹത്തെ ഖാദിയാക്കണം, അതിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും വരൂല. നേരെ മറിച്ച് എല്ലാവർക്കും സമ്മതനായ ഒരാളെ കൊണ്ടുവന്ന് അയാളെ സെലക്ട് ചെയ്താൽ ചർച്ചകൾക്കോട് കൂടെ അദ്ദേഹത്തെ ഖാദിയാക്കാൻ വേണ്ടി നിശ്ചയിക്കണം. അങ്ങനെ അയാൾ മഹല്ലിന്റെ ഖാദിയാകും.
അല്ലെങ്കിൽ വ്യക്തികളുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ആള് മുഹക്കം. വളരെ ചിന്തിക്കേണ്ട വിഷയമാണിത്. ഖാദിയാക്കുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും കൂടി തീരുമാനിക്കുകയും ആ തീരുമാനിച്ച ആളെ ആക്കുകയും വേണം. ഇസ്തിമാ എളുപ്പമായ എല്ലാവരും അൽ മുതയസ്സർ ഇസ്തിമാഉഹും എന്ന് നമ്മുടെ കിതാബുകളിൽ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അൽ അജീബത്തുൽ അജീബ, ബിഗിയ പോലെയുള്ള കിതാബുകളിലെല്ലാം ആ വിഷയം പറയുന്നുണ്ട്. ഇനി ഒരാളെ ഖാദിയാക്കാൻ നിശ്ചയിച്ചു, ചില ആളുകൾ അതിൽ നിന്ന് വിട്ടുനിന്നു, അവരെ വിവരം അറിയിച്ചു, അവരതിലേക്ക് വന്നില്ല. എന്നാൽ പിന്നെ ബയ്യത്തിന്റെ സമയത്ത് ഇന്ന ആൾ വന്നില്ലല്ലോ എന്ന് നോക്കി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോകേണ്ടതില്ല, അവരെ വരാൻ കാത്തിരിക്കേണ്ടതില്ല. അവരെ ഒരുമിച്ച് കൂട്ടാൻ എളുപ്പമായവർ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ അവർ പെടൂല. ഉള്ളവർക്ക് വയ്യത്ത് ചെയ്യാം. പക്ഷെ ആദ്യം തന്നെ വിയോജിപ്പാണെങ്കിൽ, വിയോജിപ്പ് വരുന്നത് ഖാദി ആക്കണോ ആക്കണ്ടേ എന്ന വിഷയത്തിലല്ല, ഒരു നിശ്ചിത ആളെ ഇയാളെ മഹല്ല ഖാദിയാക്കണോ ആക്കണ്ടേ എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഈ സാഹചര്യത്തിൽ പരസ്പരം യോജിപ്പുള്ള ഒരാളെ ഖാദിയാക്കുക തന്നെ വേണം. ആ ബയ്യത്തിനിക്ക് വരാത്തവരെ പരിഗണിക്കേണ്ടതില്ല, വന്നവർക്ക് ബയ്യത്ത് ചെയ്യാം. ഗ്രൂപ്പിന് പ്രാധാന്യം നൽകിയും കൊണ്ട്, വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിയും കൊണ്ട് നാട്ടിൽ ഫിത്ന ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കുക, അത് ഒരിക്കലും ഖാദിയാരോഹണ സമയത്ത് നടക്കാൻ പാടുള്ളതല്ല. നമ്മുടെ എൻ്റെ ബന്ധപ്പെട്ട പല ഖാദിമാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത്, ഞാൻ ഖാദിയാവണമെങ്കിൽ നാട്ടിലുള്ള എല്ലാവരും പങ്കെടുത്തെങ്കിലേ, ബയ്യത്തിൽ പങ്കെടുത്തെങ്കിലേ ഞാൻ ഖാദിയാവുള്ളൂ. അത് നിങ്ങൾ ചർച്ച ചെയ്ത് എന്നെ അതിന് പറ്റുമോ, നിങ്ങൾക്ക് സമ്മതനാണോ അല്ലേ അത് ചോദിച്ചറിഞ്ഞു വരണം. എന്നിട്ടാണെങ്കിൽ ഞാൻ ഖാദിയാവാം എന്ന് പറയുന്ന ഖാദിമാരുണ്ട്. എന്നോട് തന്നെ എൻ്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളായ ഖാദിമാർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ ചെയ്യല്, അതാണ് അതിൻ്റെ യഥാർത്ഥ വഴി എന്നല്ലാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനിക്ക് മുൻഗണന നൽകിയും കൊണ്ട് ഖാദി സ്ഥാനത്തേക്ക് ഓരോരുത്തർ വന്നാൽ അവൻ ഗ്രൂപ്പ് ഖാദി ആവുള്ളൂ. ബഹുമാനപ്പെട്ട നാട്ടിൽ ഉസ്താദ് പറഞ്ഞതുപോലെ, ഗ്രൗണ്ട് ഖാദി എന്ന് പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഖാദിയായേ വരുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. നാട്ടിലുള്ള അഹ്ലുൽ ഹല്ല് വൽ അഖദാകുന്ന നാട്ടിലുള്ള കാരണന്മാർ പലരുണ്ടാവാം. പല വ്യക്തികൾക്കും പലരായിരിക്കും അംഗീകരിക്കപ്പെടുക, പല ഭാഗത്തും പലരായിരിക്കും അംഗീകരിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തണം. എന്നിട്ട് അവർ നിശ്ചയിക്കണം, നമ്മുടെ നാട്ടിൽ ഖാദിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ അവനെ കടുക്കലെടുക്കേണ്ടതുമില്ല. ഇമാമിങ്ങൾ അത് വളരെ വ്യക്തമായി പ്രത്യേകമായി സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ അഹ്ലുൽ ഹല്ല് വൽ അഖദിന്റെ യോഗ്യത എന്താണ്? ആരായിരിക്കണം അഹ്ലുൽ ഹല്ല് വൽ അഖദ്? ആരായിരിക്കണം ഖാദി നിയമനത്തിനിക്ക് ബൈഅത്ത് ചെയ്യേണ്ടത്? ഖാദി നിയമനത്തിനിക്ക് ബൈഅത്ത് ചെയ്യുന്ന ആളുകൾ അവര് ഫാസിക്കാവാൻ പാടില്ല, അറിവില്ലാത്ത പാമ്രനാവാനും പാടില്ല. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അൽ അജീബത്തുൽ അജീബയിൽ പ്രത്യേകമായി പറയുന്നു, ഫഅലിംനാ മിൻ ദാലിക, ഒരു ഫത്വ ഉദ്ധരിച്ച ശേഷം പറയാണ്, ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പ് കിട്ടി, അന്ന തൗലിയത്തുൽ ഫാസിഖി വൽ ജാഹിലി ലാ തൻഫുദു, ജാഹിലോ ഫാസിഖോ ഖാദിയെ നിയമിക്കൽ അത് നാഫിദായി വരൂല, അത് നടപ്പിൽ വരൂല, ഓൻ ഖാദിയാവൂല. ഖാദി നിയമനത്തിനിക്ക് പങ്കെടുക്കുന്നവൻ ഫാസിഖോ ജാഹിലോ ആണെങ്കിൽ അവരുടെ ബയ്യത്തിനിക്ക് പരിഗണനയില്ല. ഇല്ലാ ഇദാ സദറത് മിൻ ദിസ്സൗഖത്തി, ഭരണാധികാരിയുടെ ഭാഗത്തിൽ നിന്നുണ്ടായാലോചിച്ച്, ബിഖിലാഫി മാ ഇദാ സദറത് മിൻ അഹ്ലിൽ ബലദി ഇൻദ ശുഗൂരിഹാ അനി സുൽത്താൻ, നാട്ടിൽ സുൽത്താനില്ലാത്ത ഭരണാധികാരി ഇല്ലാത്ത ഘട്ടത്തിൽ
നാട്ടുകാരെ വക്കൽ നിന്നുണ്ടാവലിലേക്ക് മാറുകൊണ്ട്. അപ്പോൾ നാട്ടുകാരാണോ കാദിയെ നിയമിക്കുന്നത് എങ്കിൽ ആ നിയമിക്കുന്ന ആളുകൾ ഫാസിക്കാവാനോ ജാഹിലാവാനോ പാടില്ല. നിയമിക്കുന്ന വ്യക്തികൾ, നിയമനം നടത്തുന്ന ആളുകൾ, കാദിന്റെ യോഗ്യത എന്തൊക്കെയത് പിന്നീട് വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് മഖ്ദൂം തങ്ങൾ പറയാണ് സയ്യിദുസ്സംഹൂദിയുടെ ഫത്വ ഉദ്ധരിക്കുകയാണ്. قد سئل أبو الحسن الإصبحي كما في فتاواه عن هذه المسألة فأجاب نعم إذا لم يكن رئيس يرجو أمرهم أي أهل البلد إليه اجتمع ثلاثة من أهل الحل والعقد ونسبوا قاضيا صفته صفة القضاة واشترط في الثلاثة صفة الكمال كما في نسب الإمام. അബുൽ ഹസനിൽ ഇസ്ബഹി എന്ന മഹാനത്തൊട്ടുള്ള ഫത്വ, അവരോട് ചോദിച്ചു, കാദി നിയമനത്തിലേക്ക് നിയമിക്കുന്ന ബയ്യത്ത് ചെയ്യുന്ന ആളുകൾ ഫാസിക്കോ അല്ലെങ്കിൽ ജാഹിരോ ആയാൽ പറ്റുമോ? അവരുടെ മറുപടി അത് പറ്റൂല. സുൽത്താൻ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഭരണാധികാരി ഇല്ലാതിരിക്കുന്ന സമയത്ത് നാട്ടിലെ മൂന്നാൾ ഒരുമിച്ച് കൂടണം. അവർ അഹ്ലുൽ ഹല്ല് വൽ അഖദിൽ പെട്ടവരാവണം. അവർ ശർത്തൊത്ത കാദിയെ നിയമിക്കണം. ഈ മൂന്നാള് കാദി നിയമനത്തിലേക്ക് പങ്കെടുക്കേണ്ട, ബയ്യത്ത് ചെയ്യേണ്ട നാട്ടിൽ അഹ്ലുൽ ഹല്ല് വൽ അഖദിൽപ്പെട്ട മൂന്നാണ്. അവരുടെ ഷർത്ത് സിഫത്തുൽ കമാൽ, പരിപൂർണതയുടെ ഷർത്താണ്. സാക്ഷിക്ക് പറ്റിയവരാവണം, അവര് അദാലത്തുള്ളവരാവണം. ജാഹിലും പാമരനുമായാൽ പറ്റൂല. മുതലുണ്ടായാൽ പോരാ, മുതലാളിയായാൽ പോരാ. അവനക്ക് ഇൽമും വേണം, സ്വലാഹും വേണം. എന്നിട്ട് എന്താ കുൽത്തു പറഞ്ഞിട്ട് സംഹൂദി ഇമാം വിശദീകരിക്കുകയാണ്. ഈ പറഞ്ഞത് കാദി നിയമനത്തിൽ പറ്റുന്ന ആളുകൾക്ക് കമാലിന്റെ എല്ലാ ഖലാഇന്റെയും ഷർത്തോക്കണം എന്ന് പറയുമ്പോൾ മുജ്തഹിദാവണ്ടേ. ഇന്നത്തെ കാലത്ത് എവിടുന്നാണ് മുജ്തഹിദ കിട്ടുക? അപ്പം വേണ്ടത് ഫത്വക്ക് ഇമാം ഒരു മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ യോഗ്യനായ ഒരാളായാൽ മതി എന്നല്ലാതെ മുത്തലക്ക് മുജ്തഹിദാവണം എന്നില്ല എന്ന് പ്രത്യേകമായി അവിടെ കൈത് കൊടുത്തിട്ടുണ്ട്. മൂന്നാൾ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു നാട്ടിൽ അഹ്ലുൽ ഹല്ല് വൽ അഖദാകുമ്പോൾ ചുരുങ്ങിയത് മൂന്നാളാവണമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞതെടുത്തിട്ട് പറഞ്ഞതാകുന്നു. നേരെ മറിച്ച് മൂന്നാളില്ല, ഒരാൾ മാത്രമേ നാട്ടിൽ കാരണവരായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം മതി എന്നും പ്രത്യേകം സംഹൂദി ഇമാമി ഫത്വക്ക് കൈത് കൊടുക്കുന്നുണ്ട്. ഹത്താ ലൗ തഅല്ലഖൽ ഹല്ല് വൽ അഖദു ബിവാഹിദിൻ മുത്താഇൻ കഫത് ബൈഅതുഹു. അദ്ദേഹം ഒരാളാണെങ്കിൽ അത് മതി. എത്ര ആളാണോ ഉള്ളത് അത്രയും ആള്, സാധാരണഗതിയിൽ ചുരുങ്ങിയത് ഒരു മൂന്നാളെങ്കിലും ഉണ്ടാകും എന്നതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ മൂന്നാള്. പിന്നെ ഫത്വയിൽ ഇസ്ബഹി പറഞ്ഞു, വയുസ്തറതു ഫിസ്സലാസതി സിഫത്തുൽ കമാൽ അൽ മുറാദു സിഫത്തുസ് ശുഹൂദി. ഈ അഹ്ലുൽ ഹല്ല് വൽ അഖദിനക്ക് സാക്ഷിയാവാൻ യോഗ്യരായ ആളുകളായിരിക്കണം, സലാഹുള്ളവരായിരിക്കണം, മുറുവത്തുള്ളവരായിരിക്കണം, എല്ലാ നിലക്കും അതിനക്ക് യോഗ്യരാവണം. ഇസ്ലാമിന്റെ സാക്ഷിയാവാൻ യോഗ്യരായ ആളുകളായിരിക്കണം എന്നത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അംഗീകരിച്ചുകൊണ്ട് പറയാണ്. ഫലാ യൻഖിദു ബിൽ ഫസഖതി, തമ്മാടികളെ കൊണ്ട് ഖാദി ബയ്യത്ത് മുന്നക്കി നടക്കുന്നതല്ല. വലാ യുസ്തറതു ഫീഹിമുൽ ഇജ്തിഹാദു ഇദാ കാനൂ ജംഅ. അഹ്ലുൽ ഹല്ല് വൽ അഖദ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും മുജ്തഹിദീങ്ങളാവണം എന്ന നിയമമൊന്നുമില്ല. ഫഇൻ ഖദഹാ വാഹിദുൻ ഫഖത്ത് ഉസ്തുരിത ഫീഹിൽ ഇജ്തിഹാദ്. നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദായി എണ്ണപ്പെടുന്ന ഒരാളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം മുജ്തഹിദാവണം. മുജ്തഹിദാവണം എന്നതിന്റെ മഅന വൽ മുറാദു അൻ യകൂന ആരിഫൻ ബിശുറൂത്തിൽ മുഅ്തബറതി ഫീ മൻ യുവല്ലിഹി ലൽ മുജ്തഹിദുൽ മുത്ലഖു. ഇതാണ്, ഒരാള് മാത്രമാണ് അഹ്ലുൽ ഹല്ല് വൽ അഖദിൽ ഉള്ളത് എങ്കിൽ, നാട്ടിലത്തെ കാരണവലായിട്ട് ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ
അദ്ദേഹത്തിലേക്ക് കാളി നിയമനത്തിലേക്ക് കാളിക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉള്ളവനായിരിക്കണം, കാളി എന്ന വിഷയം വ്യക്തമായി അറിയുന്നവനായിരിക്കണം എന്നല്ലാതെ അദ്ദേഹം മുത്തലക്ക് മുസ്തീദാവണമെന്നൊന്നും നടത്തില്ല. അതുപോലെ നാട്ടിൽ കുറെ ആളുകൾ ബയ്യത്തിന് വരുന്നുണ്ടെങ്കിൽ അവരിൽ ഉള്ള ഒരാളെങ്കിലും കാളിയാവാൻ നിബന്ധന ഒറ്റ ആള് എന്തെല്ലാം കാളിക്ക് യോഗ്യതയുണ്ട് എന്ന് വ്യക്തമായി അറിയുന്നവനാവണം. ولا بد في الجم المذكور من وجود عارف بذلك والمحل فيما نحن في محل ضرورة فيكفي العارف بذلك تقليدا. മുസ്തീദാവണ്ട സഹീഫയിലോ മിൻഹാജിലോ മറ്റുള്ള കിതാബുകളിലോ എന്താണ് ഏത് മദ്ഹബ് പ്രകാരമാണെങ്കിലും ആ മദ്ഹബ് പ്രകാരം കാളിയുടെ യോഗ്യത എന്ത് എന്നുള്ള അറിവുള്ള ആളുകൾ, ആ യോഗ്യതയുള്ള ആളെ പിടിച്ച് കാളിയാക്കണം. അപ്പൊ അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറയുന്ന കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ ആലിമ് വേണം, അറിവുള്ളവൻ വേണം. അപ്പോഴേ ആ നിയമനം സഹിയാവുള്ളൂ. ഇവിടെ ബഖിയയിൽ പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്, കാളിയാകുന്ന ആള് കാളിക്ക് പറ്റിയ ആളല്ലെങ്കിൽ കാളിയെ നിയമിക്കുന്ന ആളുകൾ, ഇനി ആ നാട്ടിൽ കാളിയെ നിയമിക്കുന്ന ഒരാളും കാളിയെ സംബന്ധിച്ച് അറിയാത്തവരാണെങ്കിൽ, അറിയുന്ന ഒരാളും ആ നാട്ടിലില്ലെങ്കിൽ പിന്നെ അവിടെ ഷർത്താക്കിയിട്ട് കാര്യമില്ല, ഉള്ളൊരു ഷർത്താക്കിക്കോട്ടെ. ولا يشترط كون المولين المذكورين نافذ التصرف بل ولا بصفات العدالة حيث لم يمكن ذلك. അദാലത്തിന്റെ സിഫത്തുള്ള ഒരാൾ പോലും നാട്ടിലില്ല. അത്രത്തോളം അധപതിച്ച നാടായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉള്ളോലാണ്ട് പിടിച്ച ഒരാളെ കാളിയാക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ നാട്ടിൽ നന്മയും തിന്മയും തിരിയുന്നവൻ, കാളിയുടെ നിബന്ധനകൾ അറിയുന്നവർ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ആ കാളിയെ സംബന്ധിച്ച് പഠിച്ച് അദ്ദേഹത്തിന് അതിന് പറ്റൂലേ എന്ന് നിശ്ചയിച്ച് അതിൻ്റെ ഇന്റർവ്യൂ വരാൻ പോകുന്നുണ്ട്. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഒരാളെ കാളിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ഏതെങ്കിലും പണക്കാര് എന്നതിന് അർത്ഥമില്ല. നാട്ടിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കാര്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ ആ കാര്യം ജനങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കണം. അവരാണ് അഹ്ലുൽ ഹല്ല് വൽ അഖദ്. അവർ തന്നെ ഇൽമുള്ളവരായിരിക്കണം, ദീനിയായി ജീവിക്കുന്ന ആളുകളായിരിക്കണം, സ്വലാഹുമായി ബന്ധപ്പെട്ടവരായിരിക്കണം, തഖ്വയുള്ളവരായിരിക്കണം, വറവുള്ളവരായിരിക്കണം. ഖാദി നിയമിക്കുമ്പോൾ പ്രത്യേകമായി ആ ഖാദിയെ ഏതൊരു നാട്ടിലേക്കാണോ നിയമിക്കുന്നത് എങ്കിൽ ആ നിയമിക്കുന്ന സ്ഥലം തിട്ടപ്പെടുത്തി കൊടുക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടെ തുഹ്ഫയിൽ പറയുന്നു, ഫർഉൻ യുസ്തറത്തു തഈനു മാ യുവല്ലാ ഫീഹി. എവിടത്തേക്കാണോ അദ്ദേഹത്തിന് കാളിയായി നിശ്ചയിക്കുന്നത് എങ്കിൽ ആ ഭാഗം തിട്ടപ്പെടുത്തി കൊടുക്കണം. നഅം ഇനിത്തറദ ഉർഫുൻ ബിതബഇയ്യതി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയതിഹാ ദഖലത് തബഅൻ ലഹാ. എങ്കിലും നാട് നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു മെയിൻ സിറ്റി അല്ലെങ്കിൽ ഒരു മെയിൻ മഹല്ല്, ആ മഹല്ല് പറഞ്ഞാൽ കാളിസ്ഥാനത്തിൽ ആ മഹല്ലിന്റെ പേരിൽ ഏതെല്ലാം നാടുകൾ ഉൾപ്പെടുമോ ആ നാടുകൾ എല്ലാം അതിൽപ്പെടുന്നതാണ്. അവിടെ ഓരോരോ നാടും എടുത്തു പറയേണ്ടതില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തിരൂരങ്ങാടി കാളി, തിരൂരങ്ങാടി കാളിയായി നിങ്ങളെ ഞാൻ നിശ്ചയിച്ചു, അല്ലെങ്കിൽ കോഴിക്കോട് കാളിയായി നിങ്ങളെ ഞങ്ങൾ നിശ്ചയിച്ചു എന്ന് പറയുന്നിടത്ത് ഈ തിരൂരങ്ങാടി എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വിവിധ പേരുകൾ അറിയപ്പെടുന്ന കുറേ മഹല്ലുകളുണ്ട്. ആ മഹല്ലുകളെല്ലാം അധികാരമുള്ള ഇമാമ് അല്ലെങ്കിൽ ദിവസൂക്കത്ത്
അല്ലെങ്കിൽ അഹ്ലുൽ ഹല്ല് വൽ അഖദ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിങ്ങൾ തിരുരങ്ങാടി കാദിയാക്കി അല്ലെങ്കിൽ കോഴിക്കോട് കാദിയാക്കി എന്ന് പറഞ്ഞാൽ ആ നാടിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം മഹല്ലുകൾ കോഴിക്കോട് എന്നതിൻ്റെ വിസ്താരതയിൽപ്പെടുമോ അവരെല്ലാ മഹല്ലുകൾക്കെല്ലാവർക്കും ഈ തന്നെയാണ് കാദി എന്നല്ലാതെ ആ നാടുകൾ ഓരോന്നെടുത്ത് പറയേണ്ടതില്ല. ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഏതെങ്കിലും ഒരു മെയിൻ അതിനൊക്കെ ഒരു പേരുണ്ടാകും. ഒരു പൊന്നാനി, അല്ലെങ്കിൽ മലപ്പുറം, അല്ലെങ്കിൽ കാസർഗോഡ്, ഈ പത്തനംതിട്ട, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അതിന് എത്രത്തോളം വ്യാപ്തിയുണ്ടോ ആ നിയമിക്കപ്പെടുന്ന ജോലിക്ക് കർമ്മത്തിനനുസരിച്ച് അത് വ്യാപിക്കുന്നതാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ഇബാറത്ത് മനസ്സിലാക്കാതെ ചില വലിയ മഹാപണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അവർ പറച്ചിലുണ്ട്. തമാശയാണ് പറഞ്ഞത്. എന്താ, ഇപ്പൊ തിരൂരങ്ങാടി എന്ന് പറയുന്ന കാളി സ്ഥാനം വഹിക്കുന്ന ഒരു പ്രദേശം, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട്, അല്ലെങ്കിൽ കോഴിക്കോട്, ഏതെങ്കിലും ഒരു കാളിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരു പേരിൽ അറിയപ്പെടുന്ന തിരുരങ്ങാടി കാളി, കോഴിക്കോട് കാളി, കാഞ്ഞങ്ങാട് കാളി, കാസർഗോഡ് കാളി എന്നെല്ലാം നമ്മൾ സാധാരണ പറയപ്പെടുന്നതാണ്. എന്നാൽ ആ ഒരൊറ്റ മഹല്ലുകാര്, തിരൂരങ്ങാടിയിലുള്ള ഒരു മഹല്ല്, ഒരു 10, 200, 300, 500 വീടുകളുള്ള ഒരു പ്രദേശം, 2, 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലം, ആ സ്ഥലത്തിലുള്ള പ്രമുഖർ ഒരുമിച്ച് കൂടി ഇമാമാവുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതി, എല്ലാവർക്കും വ്യക്തമാണ്. ദുസൂക്കത്താവുമ്പോഴും അദ്ദേഹം പറഞ്ഞത് മതി, വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അധികാര വ്യാപ്തിയിൽ അദ്ദേഹം ഒരാളേ ഉള്ളൂ. പേര് പറഞ്ഞത് ഒരു നാടാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ പെടുന്നുള്ള ഉറപ്പ് തന്നെയാണ്. എന്നാൽ അഹ്ലുൽ ഹല്ല് വൽ അഖദ് നിശ്ചയിക്കുന്നിടത്ത് ഒരു 100, 200, 300 അല്ലെങ്കിൽ 500 ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു മഹല്ല്, ആ മഹല്ലിലുള്ള പ്രമുഖർ ഒരുമിച്ച് കൂടി എന്നിട്ടൊരു തരക്കാതിയാക്കി. എന്നാൽ പിന്നെ അടുത്ത മഹല്ലുകൾക്കെല്ലാം അതന്നെയാണ് കാളി, അവിടുത്തെ മഹല്ലിലെ ആളുകൾ ഒരുമിച്ച് കൂടേണ്ടതില്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. പണ്ടോ ഇല്ലേ എന്നറിയില്ല. അങ്ങനെ വാദിക്കുന്ന ഒരാളുമായി ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വാദമുണ്ട് എന്ന് കേട്ടപ്പോൾ 8, 10, 12 കൊല്ലം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ വാർത്ത എനിക്ക് കാണിച്ചത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഫത്തുൽ മുഈനിലും തുഹ്ഫയിലും എല്ലാ കിതാബിലും ഉള്ളതല്ലേ അഹ്ലുൽ ഹല്ല് വൽ അഖദ് നിശ്ചയിക്കുമ്പം എല്ലാവരും വേണം. പറച്ചില് തിരുരങ്ങാടി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിശ്ചയിക്കുമ്പോൾ അഹ്ലുൽ ഹല്ല് വൽ അഖദ് ഇസ്തിമാൽ പറ്റുന്ന എല്ലാവരും ഒരുമിച്ച് കൂട്ടണ്ടേ? ഇത് ഒരു മഹല്ലിലെ കുറച്ച് ആളുകൾ അഹ്ലുൽ ഹല്ല് അത് മാത്രം ഒരുമിച്ച് കൂടി അവർക്ക് അധികാരമില്ലാത്ത മറ്റ് പ്രദേശത്തുള്ളവർക്ക് മുഴുവനും ഇവർ നിശ്ചയിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ പറയാം. അല്ല, ഈ ഭാഗത്ത് ലാഹിർ അങ്ങനല്ലേ? അങ്ങനല്ല, ലാഹിർ അങ്ങനല്ല അറിഞ്ഞു. തുഹ്ഫന്റെ ഇബാറത്തിന്റെ ലാഹിർ എന്താ? പേര് പറയുന്നോടുത്ത് ഓരോരോ പ്രദേശങ്ങളുടെയും വെവ്വേറെ പേര് പറയണോ? അതല്ല, കാളി നിയമത്തിന്റെ മണ്ഡലമായി എണ്ണപ്പെടുന്ന മെയിൻ സിറ്റി ഏതാണോ അത് പറഞ്ഞാൽ മതിയോ? അതേ അവിടെ ചർച്ച ഉള്ളൂ. കാളി നിയമത്തിന് ആരെല്ലാം പങ്കെടുക്കണം അത് മറ്റൊരു ചർച്ചയാണ്. ഫത്തുൽ മുഈൻ അടക്കം അത് വ്യക്തമായി പറഞ്ഞു. മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് ആകുമ്പോൾ എല്ലാ പ്രദേശത്തുള്ളവരും വരണം. ഒരു ഭാഗത്തുള്ളവർ ഒരുമിച്ച് കൂടി കാളിയാക്കിയാൽ അവിടേക്കേ ആവുള്ളൂ. വലോ വല്ലാഹു അഹ്ലു ജാനിബിൻ മിനൽ ബലദി സ്വഹ ഫീഹി ദൂനൽ ആഖിരി. നേരെ ഫത്തുൽ മുഈൻ പറഞ്ഞ മസലയാണത്. അങ്ങനെയെല്ലാം പല രൂപത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ നിലക്ക് ഫിത്നുണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇബാറത്തുകൾ വ്യക്തമായി മനസ്സിലാക്കി സംസാരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.